എവരുടെ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ലെറ്റ് us hear God's voice. സദൃശവാക്യം 21:23. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നമ്മുടെ നാവ് സൂക്ഷിച്ചാൽ പല കാര്യത്തിനകത്തും പല അപകടത്തിനകത്തും ദൈവം നമ്മളെ വിടുവിച്ചെടുക്കും. നാവിനെ സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. കഷ്ടതയിൽ നിന്നും ദുരിതത്തിൽ നിന്നും എല്ലാം ദൈവം കാത്തുപരിപാലിക്കും. സൈലന്റ് ആയി ഇരിക്കേണ്ട സ്ഥലത്ത്, സമാധാനമായിട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് വാ അടച്ച് നാവിനെ അടക്കി സമാധാനപരമായി ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ചില സ്ഥലങ്ങളിൽ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ചില സ്ഥലത്ത് മിണ്ടാതിരിക്കുക. എൻ്റെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും എനിക്ക് സ്തോത്രം മിണ്ടാതിരിക്കേണ്ട അവസ്ഥകളിൽ ദൈവം എന്നെ മിണ്ടാതിരുത്തി അവിടെ എനിക്ക് ജയം ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികളൊക്കെയും ദൈവം അനുഗ്രഹമായി മാറ്റിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെയും വഴികൾ അനുഗ്രഹമായി മാറ്റട്ടെ. ചില സ്ഥലങ്ങളിൽ നമ്മൾ വാ തുറക്കാതിരിക്കുന്നതും ആ നാവ് ചിലയിടത്ത് ചലിക്കാതിരിക്കുന്നതും നല്ലതാണ്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ജീവിതങ്ങളുടെ കാര്യങ്ങൾ, ചില വ്യക്തികളുടെ, ചില കുടുംബങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് സ്തോത്രം ഏറ്റെടുത്ത് നടത്തട്ടെ. ചിലത് പൈശാചികൻ തകർക്കുവാൻ നോക്കുമ്പോൾ ചിലയിടത്ത് മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും അതിനായി ചില സ്ഥലങ്ങളിൽ നമ്മുടെ വായയും നാവിനെയും അടച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ദൈവം പ്രവർത്തിക്കും. God bless you. Have a nice day.